ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിട്ടിലും പോലത്തെ ഒരു സോളോ വേഴ്സസ് ഡ്യൂ റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഗൈസ് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്. ഓക്കെ, എന്തായാലും കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പർപ്പിൾ ക്രിമിയില്ലേ, അത് കുറേ നേരിട്ട് എടുത്ത് തേച്ച് കൂട്ടി വെക്കുന്നുണ്ടല്ലോ, അതൊക്കെ പുറത്തിട്ട് അത് വെച്ച് കളിച്ചൊരു മാസ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോട് ഗൈസ് നമ്മളുണ്ടല്ലോ നമ്മുടെ ആ ഒരു പീക്കിനെടുത്ത് തന്നെ നമ്മളുണ്ടല്ലോ നൈസായിട്ട് ഇറങ്ങി നല്ല കിടിലം പോലത്തെ ഫൈറ്റൊക്കെ എടുക്കുന്നത് വിചാരിച്ചിട്ടുണ്ടല്ലോ. താഴത്തെയുള്ളൊരു ചെറിയ വീടില്ലേ ഗൈസ്, കുറച്ച് റൂമുകളൊക്കെ ഉള്ള അത് തന്നെ ആ വീട്ടിലുണ്ടല്ലോ അത്യാവശ്യം ചെറിയ ചെറിയ ലൂട്ടൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പീക്കിലേക്ക് ഉണ്ടല്ലോ കയറിച്ചെന്ന് അടിച്ച് തൂത്ത് വരാനുള്ള പ്ലാനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഒരു റൗണ്ടുള്ള ഒരു ജസ്റ്റ് ഗണ്ണുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ലോങ് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ നമ്മുടെ ഉണ്ടല്ലോ ട്രോ ഗണ്ണും അതേപോലെ കേസ് ആ ഒരു ബൈസന് മാത്രമായിട്ടുണ്ടല്ലോ ഈ ഒരു ഗണ്ണ് വെച്ച് നേരെ എനിമിയുടെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കണം. അമ്മ മോനെ വാ വന്ന് ചാവ് എന്നങ്ങ് മുഖത്ത് നോക്കിയ പറയലേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ല കിടിലം പോലെ തന്നെ കിടുക്കൻ രണ്ട് ഗണ്ണ് സെറ്റാകാതെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. തൊട്ടാണ് നോക്കുമ്പോഴത്തേക്കും കേസ് 3-4 വീട് ഒരുമിച്ച് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കത്തില്ലേ, ആ ഒരു വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേസ് ലോങ് റേഞ്ച് എനിക്ക് കിട്ടും എന്തായാലും മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നോക്കില്ല, എടുത്ത് ചാടി അങ്ങോട്ട് നോക്കിയത്തേക്ക് എക്സമേറ്റ് എക്സമേറ്റും ട്രോഗണും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കേസ് പരാഫിൽ കിടക്കുന്നു. പിന്നെ അല്ല ഓക്കെ, പരാഫിലിനേക്കാൾ നൈസായിട്ട് എന്താണ് എക്സാമിനേക്കാൾ കുറച്ച് ഫാർ ബെറ്ററാണ് നമ്മുടെ പരാഫിൽ. കാര്യം ഇങ്ക് ഹൈപ്പർ ബുക്കിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നൈസായിട്ട് കേസ് അത് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ നല്ല മുത് ഡാമേജ് ആണ് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്തുണ്ടല്ലോ ഇങ്ക് ഹൈപ്പർ ബുക്ക് എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സാധാരണ നോർമൽ ഒരു പരാഫിൽ കാണിച്ചിട്ട് അത് ഇങ്ക് ഹൈപ്പർ ബുക്കിൻ്റെ പരാഫിലിൻ്റെ സ്കിന്നൊക്കെ ജസ്റ്റ് തള്ളിയിട്ടുണ്ടായിരുന്നു. തള്ളിയതല്ല, ഞാൻ അക്കൗണ്ട് മാറിയ കാര്യമുണ്ടല്ലോ പെട്ടെന്ന് മറന്നു പോയതാണ് കേട്ടോ. സോറി ഫോർ ദാറ്റ്. എന്നാലും അത് കണ്ടുപിടിച്ച് പറയാനും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. നമ്മുടെ ചെറിയൊരു തെറ്റൊക്കെ നിങ്ങളല്ലെങ്കിൽ പിന്നെ വേറെ ആരുടെയാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് ഇമ്പ്രൂവ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു തരണം കേട്ടോ. എന്തായാലും കയറിച്ച് നടിക്കാനുള്ള എൻ്റെ ഒരു അഹങ്കാരത്തിന് നൈസായിട്ട് കേസ് ഫുൾ സ്റ്റോപ്പ് വെക്കാൻ വേണ്ടി ഒരു കാട്ടുവാഴ പന്നപ്പട്ടിയുടെ പുറകിൽ നടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കിടിലം പോലത്തെ ചാടി അവരെ തലമണ്ട പൊളിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പിലേക്ക് വേർത്തിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ തത്തിത്ത് കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. എന്തായാലും അവനെ എനിക്ക് വേണം മോനെ. ഡാ കുട്ട എവിടെയാ നീ, ഒളിച്ചിരിക്കാതെ കയറി വാട. എൻ്റെ അമ്മ കേസ് നല്ല രീതിക്ക് ഡാമേജ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വെള്ള ഡ്രസ്സ് ഇട്ട് ഒരു ബുധവാഴ കേട്ടോ. എന്തായാലും അവൻ അങ്ങോട്ടൊരു ഒരു വാതിലുണ്ട്, ആ വാതിലിനകത്ത് കയറി നൈസായിട്ട് ഒളിച്ചിരുന്നടിക്കാനുള്ള പ്ലാനോടോ. എവിടെ മോനെ വാടാ, എവറാ നീ? ഇതെന്താ യുദ്ധക്കളോ, കുറേ പെട്ടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ. നല്ല രീതിക്ക് തന്നെ ഫൈറ്റുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുത്തരാണെങ്കിൽ നമ്മുടെ M10 ഗൈസ് നമ്മുടെ ഒരു M10 ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് ഒരുത്തൻ കയറി വരുന്നുണ്ടായിരുന്നു. അതും ഗൈസ് ഇവോ M10 കേട്ടോ. അവൻ്റെയൊക്കെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ മൂഞ്ചൂന്ന് വിചാരിച്ചാൽ പക്ഷേ ഗൈസ് നല്ല കിടിലം പോലത്തെ ഒരു വൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് 2 കില്ല് ഗൈസ് ഇപ്പോൾ തന്നെ 2 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഇറങ്ങി ഈ സമയം കൊണ്ട് 2 കില്ല് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗൈസ് നമുക്ക് M4A1 കിട്ടിയിരിക്കുന്നു. എൻ്റെ സന്തോഷം ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഗൈസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലോങ് റേഞ്ച് ഗണ്ണ് ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും M4A1 ആണെന്ന്. അതിനിപ്പോൾ ഗൈസ് എത്ര ദണ്ട് തിരിഞ്ഞ് നടന്നാലും M4A1 കിട്ടിക്കഴിഞ്ഞാൽ വേറെ എല്ലാ ഗണ്ണും ഞാൻ മാറ്റി വെച്ച് ഇപ്പോൾ കറൻലി M4A1ലേക്ക് മാത്രമായിട്ടുണ്ടല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഉണ്ടല്ലോ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു M4A1. എന്തായാലും എനിക്ക് പഴയ പോലെ കേസ് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചെറിയൊരാഗ്രഹം. മാക്സിമം കേസ് ഇനി കളിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് M4A1 വെച്ച് മാത്രം കളിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് നോക്കാമല്ലോ കേസ് നമുക്ക് കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ എത്താൻ വേണ്ടി പറ്റുമെന്ന്. കേരളത്തിൽ ഫസ്റ്റ് എത്തുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇരുത്തത്തിന് പറയേണ്ട കാര്യമില്ലല്ലോ. ബൈ ദ വേ കേസ് അത്യാവശ്യം ലൂട്ടുകളൊക്കെ നമുക്ക് സെറ്റാണ്. പിന്നെ നമ്മുടെ M4A1 മാത്രം മുതുചാത്തനായിട്ട് ഇത് സെക്കൻഡൊക്കെ ആക്കി ഉപയോഗിക്കുന്നതൊക്കെ വെച്ചാൽ ദാരിദ്ര്യം. എന്തായാലും എനിക്കത് തേടാക്കണം, അതായത് 3 ചിപ്പ് ആക്കിയാൽ മാത്രമേ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. 200 കോയിൻ മാത്രമേ കയ്യിലുള്ളൂ കേട്ടോ. എന്തായാലും അത്യാവശ്യം ഒരു 500 കോയിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നല്ല ആ 200 കോയിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്രയായി, 400 കോയിനായി, വേറെ ലെവൽ കേട്ടോ. എന്തായാലും ആ കോയിൻ എടുക്കാൻ വേണ്ടി നൈസർ കേസ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും താഴെ കുറച്ച് ലൂട്ടൊക്കെ കിടപ്പുണ്ട്. അതൊന്നും നമുക്ക് ഇനി വേണ്ട. കാര്യം അത്യാവശ്യം ലൂട്ടിനുള്ള സമയം കഴിഞ്ഞു കേസ്. ഇനി ലൂട്ടൊന്നും വരിയിട്ടുണ്ട് എനിക്ക് കോയിൻ. ഓ മൈ ഗോഡ്, ഗരീനക്കാർ ഇത്ര ദൈവങ്ങളാണാടാ. നമ്മൾ വേണമെന്ന് വിചാരിക്കുന്ന സാധനം അപ്പോൾ തന്നെ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. എന്തായാലും കേസ് അങ്ങനെ കിട്ടിയ പോലെ തന്നെ കേസ് എനിക്ക് വേറൊരു സാധനം കൂടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അത് ദൈവമല്ല തരേണ്ടത്, നിങ്ങളാണ് എനിക്ക് തരേണ്ടത്. അത് വേറെ ഒന്നുമില്ല കേസ്, ലൈക്കാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേസ് കേട്ടോ. എന്തായാലും ഞാൻ വിചാരിക്കുന്ന കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് ഈ ലൈക്കിൻ്റെ കാര്യം ഞാൻ വിചാരിച്ചു പോയി. നിങ്ങളൊന്ന് സാധിച്ചിരുവാണെങ്കിൽ വളരെ സന്തോഷം. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ എന്നിട്ടും ഗൈസ് ഇപ്പോഴും ലൈക്ക് ചെയ്യണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതേ സമയത്ത് ഗൈസ് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വിഷു കാര്യങ്ങളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഗൈസ് നിങ്ങളുടെ പരിപാടി ജസ്റ്റ് പറയുക കേട്ടോ. പടാക്കൊക്കെ പൊട്ടിച്ച് അടിച്ച് പൊളിച്ച് മാസ് കാണിച്ച് പൊളിച്ച് നടക്കാനാണോ നിങ്ങളുടെ പരിപാടി? അതോ ആ ഒരു സമയത്ത് കുറച്ചുകൂടെ എന്താണ് സെറ്റായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കുക, പഠിക്കാൻ നിന്നേക്കരുത്. കാര്യം കേസ് എക്സാമൊക്കെ കഴിഞ്ഞില്ല, ഇനി കുറച്ച് ഫ്രീ ആയി ചില്ലായിട്ട് നടക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ചില ആൾക്കാരൊക്കെ ഉണ്ട് കേസ്. ഒക്കെ വെക്കേഷൻ ക്ലാസ് ഒക്കെ പറഞ്ഞ് എങ്ങോട്ടൊക്കെയോ പോകുന്നത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സീരിയസ്ലി എനിക്കത് മനസ്സിലാവുന്നില്ല. അത് നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷേ എന്തായാലും ഒരു ലീവൊക്കെ കിട്ടിയപ്പോഴെങ്കിലും ഇത് ശ്വാസം വെറേ ആരോട് ഞാൻ പറയാനാണ് കേട്ടോ. എന്തായാലും കേസ് മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് 2 കില്ല് മാത്രമേ എടുത്തുള്ളൂ. 2 കില്ല് ഡേ ബാക്കി കില്ലൊക്കെ എടുക്കുക. നീ എങ്ങോട്ടായി ഈ ഒരു
എന്താണ് പർപ്പിൾ ക്രിമി ഓടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കേസ് നീ കില്ലെടുത്തോ മോനെ എന്ന് പറഞ്ഞിട്ട് 2 പേര് കേസ് ഒരുത്തൻ ബൈക്ക് വന്നിട്ട് മൂഞ്ചി തെറ്റി കിടപ്പുണ്ടായിരുന്നു. രണ്ടാമത്തവനെ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ബുഷിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവനെ കില്ല് കിട്ടത്തില്ലെന്ന് അവൻ്റെ വിചാരം അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ട് ആ ഒരു കില്ലും കൂടെ എടുത്ത് കേസ് 4 കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ. ഞാൻ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിക്കുന്നത് കേസ് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഭയങ്കര രീതിയിലുള്ള പടക്കം പൊട്ടിക്കൽ കലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ എല്ലാവരും അതിനകത്തൊന്നും കേട്ടോ. എന്തായാലും കേസ് ആ ഒരു കില്ലും കൂടെ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ മാച്ചിനകത്ത് 4 കില്ല് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി 19 ആൾക്കാർ കേസ് 19 ആൾക്കാർ കേട്ടോ. അത്യാവശ്യം കോയിനൊക്കെ കിടപ്പുണ്ട്. 1000 കോയിൻ. ഓ മൈ ഗോഡ്. 6 അച്ഛനെ കെട്ടിക്കാൻ ഈ 1000 കോയിൻ വെച്ചെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും കോയിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ റിഡീം കോഡിൻ്റെ കാര്യം ഓർത്തത്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് റിഡീം കോഡ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കേസ് മാക്സിമം എല്ലാവരും ആ റിഡീം കോഡ് ഒന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടിയ ആളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വിടും. എന്നും വെച്ച് കിട്ടാതെ മൂഞ്ചി തെറ്റി അവസാനത്തെ പരിപാടിയും കാണിച്ച് എനിക്ക് കിട്ടിയ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തേക്കരുത്. അത് ഞാനൊരു എന്താണ് ലോല ഹൃദയനാണ്, ഞാനതൊക്കെ കണ്ടൊക്കെ പിൻ ചെയ്തതെന്ന് വരും. പിന്നെ അവസാനം ചോദിച്ചും പറഞ്ഞ് വരുമ്പോൾ സാധനം കിട്ടിയില്ലെങ്കിൽ മൂഞ്ചിത്തിരി അവിടെ ഇരിക്കും കേട്ടോ. കിട്ടിയ ആൾക്കാരൊക്കെ എനിക്കിപ്പോൾ ഉണ്ടല്ലോ രജിസ്റ്റർ ഒരുത്തർ ഇപ്പോൾ റിഡീം കോഡ് കിട്ടി. അവൻ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് നൈസായിട്ട് പിൻ ചെയ്യുന്നുണ്ടോ നോക്കിയിരിക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം കാണുമ്പോണ്ടല്ലോ വേറെ ഏതെങ്കിലും കമൻറ്റ് പിൻ ചെയ്തതായിരിക്കും. പിന്നെ അവൻ നോക്കുമ്പോൾ ചെറിയൊരു വിഷമം വരും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടിയ ആൾക്കാരെ മാത്രം നൈസായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ബൈ ദ വേ ഞാൻ ഹിറ്റ് ലിസ്റ്റ് തപ്പി വന്ന വരവായിരുന്നു. അടിച്ച് കംപ്ലീറ്റ് ആക്കി ഡ്രോപ്പിലോട്ടുമായിരുന്നു അവൻ്റെ അവസാന ലോട്ട്. ഓക്കെ, എന്തായാലും തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്കും ടീംമേറ്റ് നൈസായിട്ട് ഓപ്പൺ ഏരിയ മൂഞ്ചാൻ വേണ്ടി കിടക്കുന്നു കേട്ടോ. ബൈ ദ വേ അവൻ ആ ഒരു ഗ്ലൂവാളിട്ട സമയത്ത് ഞാനൊന്നും നോക്കില്ല. ഐറിസ് ആണ് വൺ ഓഫ് അവർ ബെസ്റ്റ് ഗോളസ്, ഒന്നും പറയാനില്ല. ഐറിസിൻ്റെ പവർ യൂസ് ചെയ്ത് കേസ് നമ്മൾ അവനെ അടിച്ച് എടാ കള്ളാ. അവനാണ് കേസ് ചാവുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ ചാവും, നീയും കൂടെ ചാവടാന്ന് പറഞ്ഞിട്ട് ലാൻഡ് മൈനൊക്കെ വെച്ചിട്ടാണ് അവൻ്റെ അവസാന കളി. എനിക്ക് അങ്ങോട്ട് വരുന്ന വരവിന് കേട്ടോ. ലൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേസ് താഴേന്ന് ഒരു കിണ്ണം പോലെ അടി കിട്ടി. അവന് വേറെ ഏതോ പട്ടി ഏടിയുണ്ടല്ലോ കിട്ടിയിട്ട് നിക്കറിൽ ഓട്ട വീണ് കിടക്കുമായിരുന്നു. എന്നിട്ടാണ് കാട്ടുപാടെ പുറകോട്ടിരിഞ്ഞ് എന്നെ അടിക്കാൻ വേണ്ടി നോക്കിയത്. മിണ്ടായിരുന്നാൽ പോരാ, ഞാൻ കണ്ടുപോലില്ലായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു കില്ലും കൂടി എടുത്തപ്പോഴത്തേക്കും കേസ് നമ്മൾ 7 കില്ലായിട്ടുണ്ടായിരുന്നു. സോൺ നമ്മുടെ രീതിക്ക് തന്നെ നമ്മുടെ മൂട്ടി വന്ന് മുട്ടാൻ വേണ്ടി നിൽപ്പുണ്ട്. എന്തായാലും നമ്മളുണ്ടല്ലോ ഈ ഒരു സോണിൻ്റെ കൂടെ തന്നെ പോയി കഴിയുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്തുകൊണ്ടത് അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ 4 പാടുന്നു അടി കിട്ടി നമ്മൾ മൂഞ്ചാൻ വേണ്ടി ഒന്നും ഇരിക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ ഉണ്ടല്ലോ ഈ ഒരു സോണിൻ്റെ കൂടെ തന്നെ പോയിട്ട് പയ്യെ നമ്മൾ ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ ഒരു പ്ലാൻ. കാര്യം ഈ ഒരു സമയത്ത് അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കാര്യം 7 കില്ലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങ് ആവേശം കയറും. ഞാനാണ് പ്രോ പ്ലെയർ, കേരള വാല ബെഡാ പ്രോ പ്ലെയർ, മീ ഗെയിമർ ആണെന്നൊക്കെ പറഞ്ഞ് നൈസ് അടിക്കുക കയറി അങ്ങ് അടിക്കാൻ വേണ്ടി നോക്കും. അവിടെ ഇരുന്ന് മൂഞ്ചത്തേ ഉള്ളൂ. മോങ്ങുന്ന പോലെ ഉണ്ടല്ലോ, ഇരുന്ന് മോങ്ങേണ്ടി വരും. ഉള്ള കാര്യം പറഞ്ഞുതരാം. സോ അതുകൊണ്ട് കുറേ കില്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അടങ്ങടേ. ബാക്കി ഈ മാപ്പിലെ എല്ലാ കില്ലും നീ തന്നെ എടുക്കുക. നീ ആര് മീ ഗെയിമറാ? അല്ല പിന്നെ. അതുകൊണ്ട് കേസ് പയ്യെ കളിച്ചാൽ മതി. സോണിൻ്റെ കൂടെ അങ്ങ് പോയിട്ട് ഇപ്പോൾ ഒരു കില്ല് കിട്ടിയില്ലെങ്കിൽ കില്ല് വേണ്ട, നമുക്ക് അവസാന നിമിഷത്തിൽ ലാസ്റ്റ് സോണിൽ കില്ലെടുത്തോളാം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു മാച്ചിൽ മാക്സിമം ബൊയയിലേക്ക് തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേസ് ഏതോ ഒരു കാട്ടുപാട് നൈസായിട്ട് അവൻ്റെ അവസാന വണ്ടി എടുത്തിട്ട് പോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. എനിക്ക് ഇവന്മാരാണ് കേസ് സഹിക്കാൻ പറ്റുന്നത്. അതൊക്കെ ചിലന്മാരൊക്കെ വണ്ടിയുടെ പവറൊക്കെ ഇട്ടിട്ട് നൈസായിട്ടുണ്ടല്ലോ വന്നിട്ട് ഒരുമാതിരി കളി കളിക്കും. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ്റെ വണ്ടി പൊട്ടിച്ച് പറഞ്ഞു ചാവട്ടെ. അവൻ സോളിലേക്ക് കയറാൻ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. അവൻ വന്നിട്ട് പാവം കേസ് സോളോ ഡയറൊക്കെ എടുത്തിട്ട് പോകുന്ന പോക്കുണ്ട്. മിക്കവാറും അവൻ സോളിനകത്ത് എലിമിനേറ്റ് ആവാനുള്ള വഴിയാട്ടോ. എന്തായാലും ഞാൻ ആ ഒരു സോളിലേക്ക് കയറുന്ന സമയത്ത് മിക്കവാറും എൻ്റെ ലൈഫ് കുറച്ച് കുറവായിരിക്കും. എന്തായാലും ആ സോളോ ഡയർ ഇട്ടവൻ എന്തായാലും കയറാൻ പോകുന്നില്ല, ചാവും, എലിമിനേറ്റ് ആയി തന്നെ ചാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ബൈ ദ വേ നമുക്ക് നോക്കാം. എന്തായാലും സോൾ എത്തിയിട്ടുണ്ടായിരുന്നു. സോളിൻ്റെ കൂടെ തന്നെ പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ. കാര്യം ബാക്കിലൂടെ വരുന്ന ആ സോളോ ഡയർ ഇല്ല, അവനെ കണ്ടങ്ങ് സഹിക്കുന്നില്ല. അവനിങ്ങനെ സോണിൽ കയറാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നൈസായിട്ട് ഇടിച്ച് പിടിച്ച് ഇഴഞ്ഞൊക്കെ ജസ്റ്റ് ഒരു 1 HP സോണിൽ കയറുന്ന സമയത്ത് ഒറ്റ വെടി ആ തല നോക്കിയിട്ട് അപ്പോൾ അവൻ ചത്ത് വീഴുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എന്തായാലും അവനെ നോക്കുമ്പോൾ അവൻ കാണുന്നൊന്നുമില്ല. ബൈ ദ വേ നമ്മൾ നല്ല കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. കാര്യം സോണൊക്കെ നമ്മുടെ മൂട്ടിൽ തന്നെയുണ്ട്. അത്യാവശ്യം സോണിൻ്റെ കൂടെ തന്നെ പോയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് 7 കില്ല് മാത്രമല്ല കേസ്, നമ്മൾ ഒരുപാട് കില്ല് വാരിക്കൂടി എടുക്കുന്നുണ്ട്. അതാണ് ഇനി സസ്പെൻസ് ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം കേസ് ഞാൻ നേരെ വന്ന് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഏതോ ഒരുത്താൻ മറ്റേ ആർസണൽ കീ ഇല്ല നിന്ന് തുറക്കാൻ നോക്കുന്നു. ആരടാ അത്? എന്തായാലും അങ്ങോട്ട് കയറി അവനെ ഒന്ന് ചൊറിഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. കാര്യം ഒന്നാമത് നമ്മുടെ സോൺ അഡ്വാൻറ്റേജ് നമുക്കില്ല. കാര്യം നമ്മളാണ് സോണിന് പുറത്ത് വെക്കുന്നത്. ഒറ്റയടി അടിച്ച് നോക്കെടുത്തിട്ട് ഓടാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ
ഡയറക്റ്റ്ലി വൈപ്പ് ഔട്ട് ആയിരുന്നു. വളരെ സന്തോഷമായി പോയി. 8ാമത്തെ കില്ല് അങ്ങനെ കിട്ടി. ഹെയ് കിട്ടിയേ, 8ാമത്തെ കില്ല് കിട്ടിയേ എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി വരുമ്പോഴാണ് കേസ് വേറൊരു കാഴ്ച കണ്ടത് കേട്ടോ. കാര്യം നമ്മൾ രണ്ടുപേരും സ്പെക്ക് ചെയ്യുന്നുണ്ട്, അവന്മാർ ഇമോജിയൊക്കെ ഇട്ട് നമ്മൾ വെറുപ്പിക്കുന്നുണ്ട്. ബൈ ദ വേ തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്കും കേസ് ഓപ്പണിൽ മക്കളെന്താ പരിപാടി, 2 പേരായിരുന്നു. ഒരുത്തനടിച്ച് നോക്കെടുത്ത് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആക്കി സെറ്റാക്കി ആ ഒരു കില്ല് സെക്യൂർ ചെയ്ത് 2ാമത്തെ 3 സെക്കൻഡ് മോചിച്ചിട്ടാണ് കേസ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും അവൻ നോക്കായതല്ലേ, മറ്റേ ആ ഒരു ദിമിത്രിയിട്ട് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്ന് അവനൊന്ന് ശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ അവനെ ഒരൊറ്റ അടിയായിരുന്നു. ഏതടി കേസ്. ഓക്കെ, അല്ല ബെസ്റ്റ് ഒരു വൈപ്പ് തന്നെയായിരുന്നു. നമ്മുടെ 10ാമത്തെ കില്ലായിരുന്നു കേട്ടോ അത്. ബൈ ദ വേ നമുക്ക് ഈ ഒരു മാച്ചിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് അത്രയും വേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഗൈസ്, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കമൻറ്റ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ, എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കേസ് എല്ലാവരും കൊണ്ടല്ലോ OP മീ ഗെയിമർ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ നമ്മുടെ പയ്യന്മാർ ഇല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ എല്ലാവരും നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടു എന്ന് ജസ്റ്റ് എനിക്ക് മനസ്സിലാകുന്നതായിരിക്കും. ആ ഒരു കാര്യത്തിൽ വേണ്ടിയാണ് കേട്ടോ. എന്നാൽ ലാസ്റ്റ് സോൺ അടുത്ത് വരുന്നുണ്ട് കേസ്. നമ്മുടെ പോസ്റ്റ് നോക്കിലാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സോൺ. എന്തും നടക്കാം, എവിടെയും നടക്കാം. ഇവിടെ ഒരു കിടുക്കം പോലത്തെ ഒരു മാച്ചാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഗ്ലൂവാള് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ പയ്യെ മുമ്പോട്ട് കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു ഓടി ഏതവനാണ് അവൻ എന്തായാലും ആ വീട്ടിൽ കയറി വേറെ നോക്കുമ്പോഴത്തേക്ക് സോണിനകത്തേക്ക് കൊടുത്തിട്ട് ഏടാ മിസ്സായടാ, കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റും. എന്തൊരവസ്ഥ. ആ കില്ലും കിട്ടിയ എൻ്റെ അളിയാ കേസ്. കുറച്ച് ഡാമേജ് കൊടുത്ത് അവൻ സോണി പിടിച്ച് ചേർത്തപ്പോഴത്തേക്ക് ആ കില്ല് നമുക്ക് കിട്ടി. കില്ല് കിട്ടിയേ ഒന്നും പറയാലോ. ഓക്കെ, നമ്മുടെ 13ാമത്തെ കില്ലായിരുന്നു കേസ്. അത് 13ാമത്തെ കില്ല് അതും കൂടി എടുത്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ നമ്മുടെ ഈ ഒരു കിളി വീട്ടിനകത്ത് ഒരുത്തനുണ്ടായിരുന്നു. അവനെ പൊക്കാൻ വേണ്ടി ഒറ്റ വഴിയുള്ളൂ, സ്കോപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. അവൻ നമ്മളെ കാണും, അടിക്കും, അത് ഉറപ്പാണ് കേസ്. ഇനിയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ഗെയിമിനകത്ത് മാറ്റർ ആവുമെന്ന് കാണിച്ചു തരാം കേട്ടോ. അവൻ തലയിടാൻ സ്ഥലത്ത് അവൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ചുമ്മാ അങ്ങ് വെടിവെച്ചുകൊണ്ടിരുന്നു. അവൻ 3 സെക്കൻഡായി ചത്ത അവിടെ വീഴുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? സോ അത് തന്നെയാണ് വന്ന എക്സ്പീരിയൻസ്. എനിക്കറിയാം അവൻ തല അവിടെ ഇട്ട് നോക്കുമെന്ന്. സോ അതാണ് കേസ് പ്രഡിക്ഷൻസ് കേട്ടോ. അത് ഓരോ മാച്ച് നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എവിടെയാണ് ചിലവന്മാർ തലയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മനസ്സിലാവും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അതാണ് കേസ് നമ്മുടെ IQ. നമ്മൾ ഒരിക്കലും ജസ്റ്റ് എന്താണ് വൺ ടാപ്പ് അടിക്കണം, അവരൊക്കെയാണ് പ്ലെയർ എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ മൂഞ്ചിരിക്കത്തേ ഉള്ളൂ. കാര്യം IQ കുറച്ച് വിവരം വെള്ളിയാഴ്ചയൊക്കെ വേണ്ടേ, അതും കൂടി ആയാലേ നമുക്ക് നൈസായിട്ട് കേസ് നല്ലൊരു പ്ലെയർ ആകാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ഒരിക്കലും എന്താണ് ഗെയിം പ്ലേ സ്കില്ല് വെച്ചിട്ട് നൈസായിട്ട് നല്ല രീതിക്ക് നല്ലൊരു പ്ലെയർ ആണെന്ന് ഒരിക്കലും പറയത്തില്ല. കാര്യം എന്നൊക്കെ നന്നായിട്ട് വൺ ടാപ്പൊക്കെ അടിച്ച് മസ് അടിക്കാൻ പറ്റുന്ന കുറേ അണ്ണന്മാരുണ്ട് എനിക്കറിയാം. അതുകൊണ്ട് കേസ് അതിനകത്തൊന്നും പെടാതെ നമ്മൾ കുറച്ച് ചെറിയ IQ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ജയിച്ചോളാടേ. എന്തായാലും നമുക്ക് ബോയ് കിട്ടിയാൽ പോരാ കേട്ടോ. മാക്സിമം ബോയ് എന്നൊക്കെ പറയും. എന്നാലും നല്ലൊരു മാച്ച് അത്രയും മനസ്സിലായോ. നിങ്ങൾ എൻ്റർടൈൻ ചെയ്താൽ പോരെ, എനിക്കത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണം, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണം. അത് മാത്രമേ ഞാനും ആലോചിക്കുന്നുള്ളൂ. ബൈ ദ വേ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി മറന്നു. എല്ലാപ്പോഴും ആ കാര്യം പറയാൻ മറന്നു കേട്ടോ. എന്തായാലും ഇപ്പോഴും ഞാൻ മറന്നുപോയി. സത്യം പറയാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മറന്നു. ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോ പറയാം കേട്ടോ. ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇൻ കേസ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊന്ന് ഓർമ്മിച്ചാൽ മതി. പറയാൻ മറ്റേ വെച്ചൊരു കാര്യം മറന്നു പോയല്ലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാനത് ഓർത്ത് പറയാം കേട്ടോ. പിന്നെ ബൈ ദ വേ ഒരുത്ത പറന്ന് വന്ന് നമ്മുടെ കാലിനിടയിലേക്ക് വന്ന് കിടക്കുന്നത് ഏതവനവൻ നമ്മുടെ ഐറിസിൻ്റെ പുറത്ത് നമ്മൾ അവനെ അടിച്ച് നോക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഗ്ലൂവാൾ പൊട്ടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അവരുടെ ടീമേറ്റ് അങ്ങോട്ട് കയറി വരുന്നു. അയ്യോ അണ്ണനിപ്പോൾ രക്ഷിച്ചാൽ പറ്റത്തുള്ളൂ. അവൻ്റെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ. എൻ്റെ പിങ് അതിനിടയ്ക്കൊന്ന് മാറി കേസ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. കാര്യം അതൊരു 1.5 പിങ്ങായിരുന്നു. 2ാമത്തെ കേസ് എൻ്റെ ഗ്രനേഡ് മഴ തെറ്റി താഴെ വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡൗൺ ആ കേസ്. നല്ല രീതിക്ക് ഇവിടെ സ്ലോ ആയിട്ടുണ്ടായിരുന്നു. കാര്യം കേസ് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എങ്ങനെയാണ് ഒരു മൂഞ്ചി അവസ്ഥയിലേക്ക് എത്തുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കേട്ടോ. ഇതാണ് കേസ് അവസ്ഥ പറ്റിപ്പോയത്. എന്തായാലും എൻ്റെ മിസ്റ്റേക്കാണെന്ന് ചോദിച്ചാൽ എൻ്റെ മിസ്റ്റേക്ക് കൂടെയാണ്. അതിനിടയ്ക്കൊരു പിങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു മാച്ചിൻ്റെ അവസാനം കാണുന്ന നല്ല ആഗ്രഹം നല്ല കിടുക്കം പോലത്തെ ഒരു മാച്ച് തന്നെയാണ്. ഞാൻ അവസാനം വരെ ഈ ഒരു മാച്ച് കണ്ടു കേട്ടോ. നല്ല വിഷയം മാച്ചായിരുന്നു. എന്തായാലും എന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കിടുക്കം പോലത്തെ ഒരു വീഡിയോ കാണാം. പിന്നെ റിഡീം കോഡ് കിട്ടിയാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ യാ ബൈ ഗായ്സ്.